ഹലോ ഗൈസ്, അങ്ങനെ 8-ാം തീയതി രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഇത് സേവ് ദ ഡേറ്റ് എടുക്കാൻ വേണ്ടി പോയി. ടോണി നേരെ എയർപോർട്ടിൽ നിന്ന് സേവ് ദ ഡേറ്റ് എടുക്കാൻ വേണ്ടിയാണ് വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ ജയലക്ഷ്മിയിലേക്ക് പോയി മന്ത്രകോടി എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആകെ 1-2 സാരീസ് ഫൈനലായിട്ട് സെലക്ട് ചെയ്ത് വെച്ചോളൂ. അതിനകത്തൊരു സാരി ഞാൻ മന്ത്രകോടിയായിട്ട് എടുത്തു. അപ്പോൾ ഈ സാരിയാണ് ഞാൻ മന്ത്രകോടിയായിട്ട് എടുത്തത്. കാരണം എനിക്ക് വെച്ച് നോക്കിയിട്ട് എൻ്റെ ഫേസിന് ചേരുന്നത് ഈ സാരിയായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ കോൺവെന്റ് ജംഗ്ഷനിലേക്ക് പോയി. കാരണം എൻഗേജ്മെൻറ്റിനും പിന്നെ അത്താഴത്തിനൊക്കെ ഇടാനായിട്ടുള്ള ഓർണമെൻറ്റ്സ് നമുക്ക് അവിടെ നിന്ന് മേടിക്കണമായിരുന്നു. ഇത് പിറ്റേ ദിവസമാണ്. രാവിലെ സ്നോക്കുട്ടൻ ഞങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. അത് കഴിഞ്ഞ് നേരെ ഞാൻ നെയിൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോണി ആൻഡ് ഗായിൽ പോയി. അവിടെ ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് മേക്കപ്പിൻ്റെ ട്രയൽ ഉണ്ടായിരുന്നു. ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വന്നായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് നേരെ ഞാൻ പോയത് ബ്യൂട്ടി പാർലറിലേക്കാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് വാക്സ് ചെയ്യണമല്ലോ. വാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. അങ്ങനെ വാക്സിങ് എല്ലാം കഴിഞ്ഞു വീട്ടിൽ വന്നപ്പോഴേക്കും ഇവിടെ എല്ലാവരും കൂടെ ഡാൻസ് പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മധുരം വെപ്പിൻ്റെ ഡാൻസ് ഒക്കെ പഠിച്ചു. ആ സമയം കൊണ്ട് വീട്ടിൽ മുഴുവൻ ലൈറ്റൊക്കെ ഇട്ടായിരുന്നു. കാരണം പിറ്റേ ദിവസം നമുക്ക് പെരുന്നാളാണ് പള്ളിയിൽ. ആ ലൈറ്റൊക്കെ ഇട്ടു. പിറ്റേ ദിവസമാണിത്. അന്ന് രാവിലെ എഴുന്നേറ്റ് സ്നോക്കുട്ടൻ്റെ നല്ല കുറുമ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഇവിടെ നമ്മൾ ഡാൻസ് പ്രാക്ടീസും ചെയ്യുന്നുണ്ട്. ഇന്ന് അമ്പ് വരും. അങ്ങനെ ഒത്തിരി പരിപാടിയുള്ള ദിവസമാണ്. ഉച്ചയ്ക്ക് അമ്പ് വന്നു. പിന്നെ ഇനി ഒത്തിരി പരിപാടികളുണ്ട്. അടുത്ത വീഡിയോസിൽ പെരുന്നാളിൻ്റെ വിശേഷം ബാക്കി കല്യാണ ഒരുക്കങ്ങളായിട്ട് വേഗം വരാം. താങ്ക്